ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1.25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കാൽഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല എരിയുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ അളവാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ചും എരിവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിയിട്ട് ചേർത്താൽ മതി. ഇവിടെ അത്യാവശ്യം നല്ല എരിവാണ്, അതുകൊണ്ടാണ് കൂടുതൽ മുളക് പൊടിയും ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു അരവ് കൂടി ആവശ്യമുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഒരു 15ഓളം വരുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, എന്നാൽ തീരെ അരയാതെ ഇരിക്കണ്ട, ആ രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിതിലേക്ക് നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 കിലോ എന്താ പറയുക ചിക്കനിലേക്ക് നമ്മൾ ഒരു വലിയ നാരങ്ങയുടെ 1 മുറി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 മുറി എടുത്തത്. നിങ്ങൾക്ക് നീര് കുറവുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ 1 നാരങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ദിവസം ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി. എത്ര സമയം നമ്മളിത് റെഡിയാക്കി വെക്കുന്നോ അത്രയും ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മുട്ടയുടെ നനവിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇനി ഇത് നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ മൈദയും കോൺഫ്ലോറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ചേർക്കുന്നതിന് മുമ്പാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഇപ്പോൾ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ചിലപ്പോൾ ഹാർഡാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം കോൺഫ്ലോറൊക്കെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഞാനിത് ഓയിലാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണ ചെയ്താൽ മതിയെങ്കിൽ വെളിച്ചെണ്ണയിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിളക്കരുത്. അപ്പോൾ ചിക്കനിലുള്ള ആ ഒരു നമ്മുടെ അരവിൻ്റെ കോട്ടിങ് അങ്ങോട്ട് ഇളകി പോകും. എപ്പോഴും ചിക്കൻ ആയാലും എന്ത് സാധനമായാലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ എന്താ പറയുക, കോട്ടിങ് ഒന്നും ഇളകി പോകാതെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ മുഴുവനും ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുക. നല്ല ചെറുതാക്കി കട്ടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ കൂടുതൽ എടുത്തതുകൊണ്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നിങ്ങൾ ചുവന്ന മുളകൊന്ന് ചതക്കി എടുത്തതില്ലേ, അത് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചെറിയൊരു കൈപ്പിടി വരുന്ന മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സാക്കി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, വേറൊന്നും പണിയില്ല കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് കൊട്ടിയെടുക്കാം. ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഈ സമയത്താണ് ഒരു 1/2 ടീസ്പൂൺ ചതക്കിയെടുത്ത മുളക് ചേർത്തത്. നിങ്ങൾ ആദ്യം ആ സോസിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം വിട്ടുപോയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പം ഞാൻ അത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി മണമാണ്. ഇത് നമുക്ക് ബിരിയാണിയുടെ ഒപ്പം അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ എല്ലാത്തിൻ്റെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അത് നമ്മൾ ആയ ഉടനെ തന്നെ സെർവ് ചെയ്തിക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കനാണ്. ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.